തൃശൂർ കുതിരാനിലെ ഒറ്റയാനെ തുരത്താനുള്ള ദൗത്യം ആരംഭിച്ചു. ഒറ്റയാൻ എത്തുന്ന ജനവാസ മേഖലകളിൽ കുങ്കിയാനകളെ ഇറക്കി. ഇന്നലെ പുലർച്ചെ വയനാട്ടിൽ നിന്നെത്തിച്ച വിക്രം, ഭരത് എന്നീ 2 ആനകളെയാണ് ദൗത്യസംഘം പഴയ കുതിരാൻ പാതയിലെ പ്രദേശത്തുകൂടി നടത്തി പരിശോധന നടത്തുന്നത്. അതേസമയം ഒറ്റയാൻ മദപ്പാടിലായതിനാൽ ആനയെ തുരത്തുക എന്ന ദൗത്യത്തിലേക്ക് കടന്നാൽ ഒറ്റയാന്റെ പ്രതികരണത്തെക്കുറിച്ചും വനം വകുപ്പിന് ആശങ്കയുണ്ട്. കുതിരാനിലെ ഒറ്റയാനെ തുരത്താനുള്ള വനം വകുപ്പിന്റെ ആദ്യഘട്ട ദൗത്യത്തിനാണ് ഇന്ന് തുടക്കമായിരിക്കുന്നത്. ഒറ്റയാനെത്തുന്ന ജനവാസ മേഖലകളിൽ കുങ്കിയാനകളെ ഇറക്കിയാണ് വനവകുപ്പിന്റെ നടപടികൾ ആരംഭിച്ചത്. ഇന്നലെ പുലർച്ചെ വയനാട്ടിൽ നിന്നെത്തിച്ച വിക്രം, ഭരത് എന്നീ 2 ആനകളെയാണ് ദൗത്യസംഘം പഴയ കുതിരാൻ പാതയിലെ പ്രദേശത്തു കൂടി നടത്തി പരിശോധന നടത്തുന്നത്. പകൽ സമയത്ത് ഒറ്റയാനെ ഉചിതമായ സ്ഥലത്ത് കണ്ടെത്തിയാൽ മാത്രമേ തുരത്താനുള്ള നടപടികളിലേക്ക് വനംവകുപ്പ് കടക്കൂ. ഒറ്റയാനെ കണ്ടെത്തുന്നതിനായി ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയും ഇന്ന് നടത്തുകയാണ്. കുതിരാൻ തുരങ്കം യാഥാർത്ഥ്യമായതോടെയാണ് പീച്ചി വാഴാനി മേഖല ഉൾപ്പെടുന്ന പ്രദേശത്ത് ആനയുടെയും മറ്റ് വന്യമൃഗങ്ങളുടെയും ശല്യം അതിരൂക്ഷമായത്. കാട്ടുപന്നിയും കുരങ്ങും മയിലും മലയണ്ണാനുമെല്ലാമായിരുന്നു മുൻപ് കൃഷിയും സ്വൈര്യ ജീവിതത്തിനും തടസ്സമായിരുന്നതെങ്കിൽ ഇപ്പോൾ ആനകളെ പേടിച്ച് പുറത്തിറങ്ങാനാവാത്ത അവസ്ഥയാണെന്ന് പ്രദേശവാസികൾ ഒന്നാകെ പറയുന്നു. രണ്ടാഴ്ചയായി മദപ്പാടിലുള്ള കാട്ടുകൊമ്പൻ നിരന്തരം ജനവാസ മേഖലയിലെത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. പരാതികൾ ഉയർന്നതോടെ വനം മന്ത്രി പ്രദേശത്ത് നേരിട്ടെത്തി പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് ഉറപ്പു നൽകി. എന്നാൽ മന്ത്രിയുടെ സന്ദർശനം കഴിഞ്ഞ് ദിവസങ്ങളായിട്ടും വേണ്ട വിധത്തിൽ നടപടി വേഗത്തിലാകുന്നില്ലെന്ന് നാട്ടുകാരുടെ ആരോപണം. സോളാർ ഫെൻസിങ്ങുകൾ മറികടന്നാണ് ആന ജനവാസ മേഖലയിൽ സ്ഥിരമായി എത്തുന്നത്. ആനയെ കുതിരാൻ മേഖലയിലേക്ക് കയറ്റുന്നതിന് പകരം പിടികൂടി മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കണമെന്നാണ് ആവശ്യം. ജീവനും സ്വത്തിനും ഭീഷണി നേരിടുന്ന തങ്ങളെ കേൾക്കാൻ വനംവകുപ്പ് തയ്യാറാവണം. ഉദ്യോഗസ്ഥർ അതിന് തയ്യാറായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളിലേക്ക് കടക്കാനാണ് തീരുമാനമെന്നും കുതിരാൻ നിവാസികൾ പറയുന്നു. ജനം, തൃശൂർ.